ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി 1, റീഡ് ഇൻ കംപ്രഹെൻഷൻ. റീഡ് ദ സ്റ്റോറി ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി വായിച്ച് നോക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. It was a bright morning. Baby bee and her friends went out in search of food. അപ്പോൾ എന്തായിരുന്നു, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രകാശമുള്ള ഒരു നല്ലൊരു രാവിലെ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ബേബി ബീയും ബേബി ബീയുടെ കൂട്ടുകാരും കൂടി ഭക്ഷണം തരാൻ വേണ്ടി ഇറങ്ങി. They reached a garden. അവരെവിടെ എത്തി? അവരൊരു ഗാർഡനിലെത്തി, പൂന്തോട്ടത്തിൽ എത്തി. There were many flowers, red roses, yellow sunflowers, dahlias in pink and purple. അപ്പോൾ അവിടെ എന്താണ്, അതൊരു ഗാർഡൻ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ചുവപ്പ് റോസാപ്പൂവുണ്ട്, അതുപോലെ എന്താ യെല്ലോ സൺഫ്ലവേഴ്സ് ഉണ്ട്. ദെൻ ഡാലിയ പൂവ് എന്താ പിങ്കിലും പേർപ്പിളിലും എല്ലാം ഉണ്ട്. ദേ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് ദ ഹണി. എന്നിട്ട് എന്താണ്, അവരതിലത്തെ തേന് കുടിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സഡൻലി ദേ സോ എ ഫ്ലാഷ് ഓഫ് ഫയർ നിയർ ദെയർ ബീഹൈവ്. ഹെൽപ്പ് ഹെൽപ്പ് ക്രൈഡ് ദ ബേബി ബീ ആൻഡ് ഹർ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, പെട്ടെന്നാണ് അവരെന്ത് കണ്ടത്, അവരവരുടെ കൂളിൻ്റെ അവിടുന്ന് ഒരു ഫ്ലാഷ്, ഒരു ലൈറ്റ് കത്തുന്ന പോലെ കണ്ടത്. ഹെൽപ്പ് ഹെൽപ്പ് ക്രൈഡ് ദ ബേബി ബീ ആൻഡ് ഹർ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ബേബി ബീയും ഫ്രണ്ട്സും കരയാണ്, സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കരയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറും കൂട്ടുകാരൊന്ന് നോക്കുക. Pinku, the elephant, was taking a bath in a nearby pond. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പോണ്ട്, ഒരു കുളത്തിൽ നിന്ന് എന്താണ്, പിങ്കു എലഫൻ്റ് കുളിക്കുകയായിരുന്നു. ഹി ഹേർഡ് എ ക്രൈ ഓഫ് ദ ബീസ്. അപ്പോൾ എന്താണ്, അപ്പോൾ ആ പിങ്കു എലഫൻ്റ് ഈ ബീസിൻ്റെ കരച്ചിൽ കേട്ടു. ഹി ലുക്ക്ഡ് അപ്പ്. ഓ, ദ ഹൈവ് ഈസ് ഇൻ ഡേഞ്ചർ. അപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി അവരെ കൂട് ഡേഞ്ചറിലാണെന്ന് പിങ്കുവിന് മനസ്സിലായി. അപ്പോൾ പിങ്കു എന്താ ചെയ്തേ, പിങ്കു filled his trunk with water. He ran towards the fire and sprayed the water over it. പിങ്കുവിൻ്റെ തുമ്പിക്കൈയിൽ എന്ത് ചെയ്തു, കുറേ വെള്ളം എടുത്തിട്ട് അത് ഈ തീ കത്തി പിടിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയിട്ട് ആ വെള്ളത്തിൻ്റെ മേലെ എന്ത് ചെയ്തു, സ്പ്രേ ചെയ്തു. The fire was doused. Baby bee said, Pinku, you saved our home. We are thankful to you. അപ്പോൾ അങ്ങനെ വെള്ളമാക്കിയപ്പോൾ എന്താണ്, ആ കത്തിരുന്ന തീ അണഞ്ഞു. അപ്പോൾ ബേബി ബി എന്ത് പറയാണ്, പിങ്കുവിനോട് നന്ദി പറയാണ്. പിങ്കു, യു സേവ്ഡ് അവർ ഹോം. നീ ഞങ്ങളെ വീടിനെ രക്ഷിച്ചു. വി ആർ താങ്ക്ഫുൾ ടു യു. ഞങ്ങൾ നിന്നോട് നന്ദി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിന് ആൻസേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ഇനി അതിലെ ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ദ ബേബി ബി ആൻഡ് ഹർ ഫ്രണ്ട്സ് ഗോ ഔട്ട്. എന്തുകൊണ്ടാണ് ബേബി ബിയും ഫ്രണ്ട്സും പുറത്തേക്ക് പോയത്? എന്തിനാ പോയത്? ബേബി ബി ആൻഡ് ഹർ ഫ്രണ്ട്സ് വെൻറ്റ് ഔട്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണം തെരഞ്ഞിട്ടാണ് ബേബി ബിയും ഫ്രണ്ട്സും പോയത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡിഡ് ദേ ക്രൈ അലൗഡ്. അവരെന്തിനാണ് ഉറക്കെ കരഞ്ഞത്? എന്തിനാ, അവരുടെ കൂട് കത്തുന്നത് കണ്ടിട്ടാണല്ലേ. അപ്പോൾ എന്താണ്, ദേ ക്രൈഡ് വെൻ ദേ സോ എ ഫ്ലാഷ് ഓഫ് ഫയർ നിയർ ദെയർ ഹൈവ്. അപ്പോൾ ആ ഹൈവിൻ്റെ കൂടിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് കത്തുന്നത് കണ്ടിട്ടാണ് അവർ കരഞ്ഞത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് പിങ്കു ദ എലഫൻറ്റ് ഡൂയിങ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ പിങ്കു എലഫൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? പിങ്കു വാസ് ടേക്കിംഗ് ബാത്ത് ഇൻ എ നിയർ ബൈ പോണ്ട്. അപ്പോൾ പിങ്കു എലഫൻറ്റ് എന്തായിരുന്നു, അവിടെയുള്ള ഒരു പോണ്ടിൽ കുളിക്കുകയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത്
നാലാമത്തെ ചോദ്യമാണ്. എന്താണ് നാലാമത്തെ ചോദ്യം? ഹൗ ഡിഡ് പിങ്കു ഹെൽപ്പ് ദ ബേബി ബീ ആൻഡ് ഹർ ഫ്രണ്ട്സ്? അപ്പോൾ എങ്ങനെയാണ് പിങ്കു എലിഫൻ്റ് ബേബി ബീനെയും അതുപോലെ കൂട്ടുകാരനെയും രക്ഷിച്ചത്, ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണ്? പിങ്കുവിൻ്റെ തുമ്പിക്കൈയിൽ ഫുള്ള് വെള്ളം എടുത്തിട്ട് ആ എന്താ പറയുക തീ പിടിച്ച സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ട് അതിന്മേൽ സ്പ്രേ ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, പിങ്കു ഫിൽഡ് ഹിസ് ട്രങ്ക് വിത്ത് വാട്ടർ, ഹി റാൻ ടുവേർഡ്സ് ദ ഫയർ ആൻഡ് സ്പ്രേഡ് ദ വാട്ടർ ഓവർ ഇറ്റ്. അപ്പോൾ എന്താണ്? പിങ്കു തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുപോയി, ഹി റാൻ ടുവേർഡ്സ് ദ ഫയർ, ഫയറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി, എന്നിട്ട് സ്പ്രേ ചെയ്തു. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ടൈറ്റിൽ വേണമെങ്കിലും കൂട്ടുകാർക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത് പിങ്കു ദ റിയൽ ഹീറോ എന്നാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 2 ആണ് കോൺവേഴ്സേഷൻ. ഒരു കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്യാനാണ്. ടിനു എ സ്കൂൾ ബോയ് ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അപ്പോൾ എന്താണ്? ടിനു ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ ടിനു എന്താണ്? പുതിയ പെയർ ഷൂ മേടിച്ചു. നെക്സ്റ്റ് ഡേ ഓൺ ദ വേ ടു സ്കൂൾ ഹി മെറ്റ് ഹിസ് ഫ്രണ്ട് ടോം. അപ്പോൾ എന്താണ്? അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ടിനു ആരിനെ മീറ്റ് ചെയ്തു? ടിനുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ടോമിനെ മീറ്റ് ചെയ്തു. ടോം ലൈക്ക്ഡ് ഹിസ് ഷൂസ് വെരി മച്ച്. അപ്പോൾ എന്താണ്? ടോമിന് ആ ഷൂ നല്ലോണം ഇഷ്ടമായി. ഹി വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ടിനൂസ് ഷൂ. അപ്പോൾ എന്താണ്? ടോമിന് ഈ ടിനുവിൻ്റെ ഷൂവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ടിനു ആൻഡ് ടോം. ടിനുവും ടോമും തമ്മിലുള്ള കോൺവേഴ്സേഷൻ പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ തുടക്കം അവർ തന്നിട്ടുണ്ട്. ടോം ചോദിക്കുകയാണ് ടിനുവിനോട്, ആർ ദീസ് ഷൂസ് ന്യൂ? എന്താണ്? ഇത് പുതിയ ഷൂസ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടോം ടിനു എന്താ പറയുന്നത്? യെസ്, ഇറ്റ്സ് മൈ ന്യൂ ഷൂസ്. അതെ, ഇതെൻ്റെ പുതിയ ഷൂസാണ്. ദെൻ ടോം, വേർ ഡിഡ് യു ബോട്ട് ഇറ്റ്? നീ എവിടെ നിന്നാണ് ഇത് മേടിച്ചത്? അപ്പോൾ ടിനു, ഐ ബോട്ട് ഇറ്റ് ഫ്രം ദ ഷൂ മാർട്ട്. ഞാനിത് മേടിച്ചത് ഷൂ മാർട്ടിൽ നിന്നാണ്. ദെൻ ടോം, ഇറ്റ് ഈസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതെന്താണ്? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ടോം പറയാണ്. ദെൻ ടിനു താങ്ക്സ് പറയാണ്. ഒരു ചെറിയൊരു കോൺവേഴ്സേഷനാണ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഈ പിക്ചറൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ്. അപ്പോൾ ആ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്ന് സ്റ്റോറി എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. വൺസ് ദർ വാസ് എൻ ഓൾഡ് മാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഇൻ എ വില്ലേജ്. അപ്പോൾ എന്തായിരുന്നു? ഒരിടത്ത് ഒരു ഓൾഡ് മാനും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു വില്ലേജിൽ ഉണ്ടായിരുന്നു. ദർ വർ വെരി പുവർ ആൻഡ് ബെഗിങ് ഫോർ എവറി ഡേ. അപ്പോൾ അവരെന്താണ്? നല്ല പാവപ്പെട്ടതാണ്. മാത്രമല്ല അവരെല്ലാ ദിവസവും ഇങ്ങനെ ബെഗ്ഗിയാണ്, ബാക്കിയുള്ളവരോട് ഇങ്ങനെ ബെഗ്ഗിയാണ്, സഹായം ചോദിക്കുകയാണ് ചെയ്യുക, യാചിക്കുകയാണ് ചെയ്യുക. വൺ ഡേ ദേ വെൻറ്റ് ടു എ ടീ ഷോപ്പ് ഫോർ ആസ്കിങ് ഫുഡ്. അപ്പോൾ ഒരു ദിവസം എന്താണ്? അവരൊരു ടീ ഷോപ്പിലേക്ക് ഫുഡിന് വേണ്ടി പോയി. But the shopkeeper did not give them anything to eat. പക്ഷെ എന്താണ്? അവിടുത്തെ ഷോപ്പ്കീപ്പർ ഇവർക്ക് കഴിക്കാനായിട്ട് ഒന്നും തന്നെ കൊടുത്തില്ല. ഓക്കെ, they were very hungry and felt so sad. അപ്പോൾ അവർക്ക് വളരെയധികം വിശക്കുന്നുണ്ടായിരുന്നു, അവർക്ക് നല്ല സങ്കടവും തോന്നി. They never got anything to eat that day. അപ്പോൾ അവർക്ക് ആ ദിവസം എന്താണ്? ഒന്നും തന്നെ കഴിക്കാനായിട്ട് കിട്ടിയില്ല.
they are so tired and rested under a tree. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നല്ല ടയേർഡായി അവരൊരു ട്രീയുടെ മരത്തിൻ്റെ ചോട്ടിൽ വിശ്രമിച്ചു. After some times when they woke up, they too are surprised of looking to their plate. അപ്പോൾ അവർ നീച്ചപ്പോൾ അവരെ പ്ലേറ്റ് കണ്ട് അവർക്ക് തന്നെ ആകെ അത്ഭുതമായി. They saw that the plate was full of food. അപ്പോൾ എന്താണ് ആ പ്ലേറ്റിൽ ഫുള്ള് ഭക്ഷണമാണ്. They thanked God for giving the food and felt so happy. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഫുഡ് അവർക്ക് തന്നതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അവർക്ക് വളരെയധികം സന്തോഷമായി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ കാണുന്ന സ്റ്റോറി. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 4, ആഡ് മോർ ലൈൻസ്. അപ്പോൾ എന്താണ്? കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ്. ഇറ്റ് വാസ് എ ഹോളിഡേ. ദ ചിൽഡ്രൻ ഡിസൈഡഡ് ടു ഗോ ഫോർ എ പിക്നിക്. അപ്പോൾ കുട്ടികൾ എന്ത് തീരുമാനിച്ചു? ഒരു പിക്നിക്കിന് പോവാമെന്ന് തീരുമാനിച്ചു. ദേ ടുക്ക് ദ ബൈസിക്കിൾ ആൻഡ് മൂവ് ഫാസ്റ്റ്. അപ്പോൾ സൺഡേ ആണ്, ഹോളിഡേ. ഇറ്റ് വാസ് എ ഹോളിഡേ. സൺഡേ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ബൈസൈക്കിൾ എടുത്ത് പോവാണ്. ഓൺ ദ വേ ദേ സോ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പോൾ പോകുന്ന വഴിക്ക് അവരെന്ത് ചെയ്തു? അവർ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ കണ്ടു. ദേ സ്റ്റോപ്ഡ് ദ റൈഡ് ദർ ആൻഡ് റാൻ ടു ദ ഗാർഡൻ. അപ്പോൾ അവരെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്താണ്? എന്നിട്ട് ആ ഗാർഡനിലേക്ക് ഓടി. ദ ഫ്ലട്ടറിങ് ബട്ടർഫ്ലൈസ് ആൻഡ് ദ പ്രെറ്റി കളർഫുൾ ഫ്ലവേഴ്സ് മെയ്ഡ് ദം വെരി ഹാപ്പി. അപ്പോൾ അവിടെ നല്ല ഫ്ലട്ടറിങ് ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ എന്താണ് നല്ല പ്രെറ്റിയും കളർഫുള്ളും ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷമായി. ദേ സ്റ്റാർട്ടഡ് ടു സിങ് എ സോങ്. അവരൊരു പാട്ട് പാടാനായി തുടങ്ങി. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്, യൂസ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്? ആ പോം നമുക്ക് ഫില്ല് ചെയ്യണം, നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഹിൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ എന്താണ്? ആ ബ്യൂട്ടിഫുൾ ഗാർഡൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ പോം നോക്കാം. ഫ്ലട്ടർ ഫ്ലട്ടർ ബട്ടർഫ്ലൈസ്, ഹം ആൻഡ് യം യു ലിറ്റിൽ ബീസ്, വാട്ട് എ സൈറ്റ് ടു സീ യു ആൾ, യു മേക്സ് ദിസ് പ്ലേസ് സോ വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫില്ല് ചെയ്യണം. കുറച്ച് വേർഡ്സ് നമുക്ക് ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വ ലിറ്റിൽ പ്ലാന്റ്സ്, ഡാൻസ് ഫ്ലവേഴ്സ്, ചെർപ്പ് ലിറ്റിൽ ബേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡാൻസ് ഫ്ലവേഴ്സ്, സ്വേ ലിറ്റിൽ പ്ലാന്റ്സ് എന്ന് എഴുതാം. ഓക്കെ, വാട്ട് എ സൈറ്റ് ടു സീ യു ഓൾ, യു മേക്സ് ദിസ് പ്ലേസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി ഏതാ? അടുത്ത ആക്ടിവിറ്റി 5 പോസ്റ്റർ ആണ്. കിങ് ഇവാൻ വാണ്ടഡ് ടു മേക്ക് ഹിസ് കിങ്ഡം ക്ലീൻ ആൻഡ് ടൈഡി. കിങ് ഇവാൻ എന്ത് ചെയ്യണം? കിങ്ഡം അതായത് രാജ്യം നല്ല ക്ലീനും ടൈഡി ആക്കണം. സോ ഹി ഡിസൈഡഡ് ടു പ്ലേസ് പോസ്റ്റേഴ്സ് ഇൻ ഓൾ പ്ലേസസ് വിച്ച് ആർ നോട്ട് ക്ലീൻ. അപ്പോൾ കിങ് ഇവാൻ എന്ത് വിചാരിച്ചു? ക്ലീൻ അല്ലാത്ത സ്ഥലത്തൊക്കെ പോസ്റ്റർ വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ എ പോസ്റ്റർ വിത്ത് എ മെസ്സേജ് ടു കീപ് ദ പ്ലേസസ് ക്ലീൻ. ഈ പ്ലേസസ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് അറിയാം. ബോക്സൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോട്ട്സ് എഴുതിയിട്ട് കൂട്ടുകാർ തയ്യാറാക്കുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ആക്ടിവിറ്റി 6 ആണ്. ഒരു ക്രോസ് വേർഡ് പസിലാണ്. നമുക്ക് നോക്കിയാക്കാം. മിന്നു വെന്റ് ടു എ സമ്മർ ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹർ ഫാമിലി. അപ്പം മിന്നു എന്താണ്? മിന്നു ഫാമിലിയുടെ കൂടെ ഒരു സമ്മർ ഫെയറിന് പോയി. ഷീ സോ മെനി തിങ്സ് ദർ. അപ്പം മിന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ടു. ക്യാൻ യു ഐഡൻറ്റിഫൈ ദം? ഹിൻസ് ആർ ഗിവൺ ഫോർ യു, കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. അപ്പം കൂട്ടുകാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഹിൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്രോസ് വേർഡ് പസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എഴുതേണ്ടതാണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് എഴുതണം. അപ്പോൾ എക്രോസിൽ നോക്കാം. ഐ ക്യാൻ ഫ്ലൈ. ഒന്നാമത്തെ ഐ ക്യാൻ ഫ്ലൈ വിത്തൗട്ട് വിങ്സ്. എനിക്ക് വിങ്സ് ഇല്ലാണ്ട് പറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്? നമുക്ക് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അത്? വിങ്സ് ഇല്ലാണ്ട് തന്നിരിക്കുന്നതിൽ പറക്കാൻ പറ്റുന്നത് ആരായിരിക്കും? ബലൂണായിരിക്കും. അപ്പോൾ 1 എഴുതി കൊടുത്ത് നേരേക്ക്
ഓരോ ബോക്സിലും ഓരോ ലെറ്റർ വരുന്ന വീതം ബലൂൺ എന്ന് എഴുതാം. BALLOON. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഐ ആം മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്ട്രിങ്. അപ്പോൾ എന്താണ് എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഫ്ലവേഴ്സും സ്ട്രിങ്ങും കൊണ്ടാണ്. ആരാണ്? ഞാനാണ്. ആര്? ഒരു ഗാർലാൻഡാണ്. അപ്പോൾ എന്താണ്? ഓരോ ബോക്സിലും ഓരോന്ന് വീതം നേരേക്ക് 2 എന്ന് എഴുതി കൊടുത്ത് എഴുതുക. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ? ഐ സെൽ സ്വീറ്റ്സ് ഇൻ ഫെയർ ഗ്രൗണ്ട്. ഞാൻ എന്ത് ചെയ്യും? സ്വീറ്റ്സ് ഫെയർ ഗ്രൗണ്ടിൽ എന്തെങ്കിലും പെരുന്നാളൊക്കെ നടക്കുമ്പോൾ വിൽക്കും. ആരാണ്? ഞാൻ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ ആളാണ്. അതിനെ പറയുന്ന പേരാണ് ഹോക്കർ. HAWKER. അപ്പോൾ ഇത് നേരേക്കല്ല എഴുതേണ്ടത്, ഇത് താഴോട്ട് വേണം എഴുതാനായിട്ട്. ഓരോ ബോക്സിലും ഓരോ ലെറ്റർ വീതം എഴുതുക. ഇനി അടുത്തത്, ഐ ക്യാൻ റൺ വെരി ഫാസ്റ്റ്, യു ക്യാൻ റൈഡ് ഓൺ മൈ ബാക്ക്. എനിക്ക് നല്ല ഫാസ്റ്റിൽ റണ്ണാക്കാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ നിന്ന് റൈഡ് ചെയ്യാൻ പറ്റും. ആരാണ്? നമുക്ക് സിമ്പിളാണ്, അത് ഹോഴ്സ് ആണല്ലേ. HORSE. ഓക്കെ, താഴോട്ട് എഴുതാം. നെക്സ്റ്റ്, ഐ ആം വെരി സ്വീറ്റ്, റൗണ്ട് ഷേപ്പ്. ഞാൻ നല്ല സ്വീറ്റാണ്, റൗണ്ട് ഷേപ്പാണ്. അതാലാണ് ലഡ്ഡു ആണ്. ലഡ്ഡു LADDU. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.